ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ. റെഡിയല്ലേ? പ്രയാസപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെ ഡിഫിക്കൽട്ടി ഒന്നും ആ ചാപ്റ്ററിനില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ വന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ദ വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ ചെയ്യാൻ മീഡിയം വേണ്ടത് ഏതാണ്? ആദ്യത്തത് ഇൻഫ്രാറെഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അൾട്രാ വയലറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. വിസിബിൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനും സഞ്ചരിക്കാൻ മീഡിയം വേണ്ട. ഇനി അപ്പോൾ മീഡിയം വേണ്ടത് അപ്പോൾ ഏതായിരിക്കും? അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ടിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മീഡിയം വേണം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഇത് തന്നെയാണ്, അൾട്രാസൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ? സ്പീഡ് ഓഫ് സൗണ്ടിന് എന്ത് സംഭവിക്കും? എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്നൊക്കെ ഞാൻ പറയാം. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √γp/ρ എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. പ്രഷർ ചേഞ്ച് ചെയ്താൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നിരിക്കട്ടെ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്താൽ P/ρ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. P/ρ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഗാമയും കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഗാമയും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ വിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ്? പ്രഷർ ചേഞ്ച് ചെയ്താൽ എന്ത് മാറില്ല? വെലോസിറ്റി മാറത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചോണം, പ്രഷർ മാറിയ ഇക്വേഷനിൽ P/ρ നമ്മുടെ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വെൻ പ്രഷർ ചേഞ്ചസ് P/ρ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. P/ρ ഗാമ ഈസ് ഓൾറെഡി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ P/ρയും കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്ത് സംഭവിക്കും? വിയുടെ ആൻസർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രഷർ കൂടെ കുറയോ ഒന്ന് ചെയ്തെന്ന് വിചാരിച്ച് സൗണ്ടിൻ്റെ വെലോസിറ്റി മാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഡിക്രീസസ് വിത്ത് പ്രഷർ അല്ല, ഈ ഓപ്ഷൻ അല്ല. ഇനി അടുത്ത ഇൻക്രീസസ് വിത്ത് പ്രഷർ അല്ല, രണ്ട് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാവുന്ന കാര്യമാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും. അപ്പോൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്നല്ലേ എഴുതിക്കുന്നത്. അപ്പോൾ അതുമല്ല. അപ്പോൾ 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ഓപ്ഷൻ നേരെ നോക്കിയേ, ഇൻക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി എന്നാണ്. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഹ്യൂമിഡ് എയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടുതൽ. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വെലോസിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ ഇൻക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി, അതാണ് ആൻസർ. അപ്പോൾ ഓർത്ത് വെച്ചോണം, എന്താണ്? പ്രഷറിന് സൗണ്ടിൻ്റെ വെലോസിറ്റിയിൽ ഒരു എഫക്റ്റും ഇല്ല. ഇനി ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വെലോസിറ്റി കൂടും. അടുത്ത ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കുക. വാട്ടർ വേവ് ഇൻ എ റിവർ ആർ നോട്ട് പോളറൈസ്ഡ്. ഏത് വേവിനെയാണ് പോളറൈസ് ചെയ്യാൻ പറ്റുക? ട്രാൻസ്വേഴ്സ് വേവിനെ അല്ലേ. അപ്പോൾ നമ്മുടെ വാട്ടർ വേവിനെ പോളറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്ടറിൽ 2 ടൈപ്പ് വേവ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഉണ്ട്. അപ്പോൾ വാട്ടറിൽ നമ്മൾ തന്നെ ചിന്തിക്കാം, നമ്മുടെ എന്താണ് വാട്ടറിൽ കൂടെ സൗണ്ട് പോവും. ഓക്കെ, പിന്നെ വാട്ടർ സർഫസിൽ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും വാട്ടറിലുണ്ട്. ഇതിൽ ട്രാൻസ്വേഴ്സ് വേവ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പോളറൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വാട്ടർ വേവ് ഇൻ എ റിവർ ആർ നോട്ട് പോളറൈസ്ഡ്, കറക്റ്റാണ്. അപ്പോൾ അതിനകത്ത് പോളറൈസ് ചെയ്യാൻ പറ്റില്ല ജനറലി പറഞ്ഞാൽ. ഇനി റീസൺ പറഞ്ഞിരിക്കുകയാണ്, വാട്ടർ വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ ആസ് വെൽ ആസ് ട്രാൻസ്വേഴ്സ്, കറക്റ്റാണ്. അപ്പോൾ അസർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഓക്കെ, അതുപോലെ റീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്നാണ് ആൻസർ. എളുപ്പമല്ലേ മക്കളെ? അടിപൊളിയല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതാ വരും. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൊപ്പഗേറ്റ്? എവിടേക്കാണ് ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും ഉള്ളതെന്ന്? അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ഇലാസ്റ്റിക് വേവ് ഇൻ എ മോഷൻ ഇൻ എ സോളിഡിൽ കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, എക്സ്റേ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇൻഫ്രാറെഡാണ്.
ഇനി മൈക്രോവേവ് എന്ന് പറഞ്ഞാലും അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. മൈക്രോവേവ് എന്ന് പറഞ്ഞാലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എക്സ്റേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലാസ്റ്റിക് വേവ് ഇൻ എ സോളിഡ്, സോളിഡിൻ്റെ കേസിൽ സോളിഡിൽ കൂടെ എന്തൊക്കെ വേവ് ഉണ്ടാവും? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും, പിന്നെ സൗണ്ട് സോളിഡിൽ കൂടെ സഞ്ചരിക്കും, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവും. സോളിഡിൽ കൂടെ എന്തൊക്കെ ഉണ്ടാവും? നമ്മളൊരു സ്ട്രിങ് എടുക്കുന്നു, അതിനകത്ത് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇനി അടുത്തെന്താണ്? സോളിഡിൽ കൂടെ സൗണ്ട് സഞ്ചരിക്കില്ലേ? സഞ്ചരിക്കും. അപ്പോൾ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് വേവ് മോഷൻ ഇൻ എ സോളിഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. എളുപ്പമല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? സൗണ്ട് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാൻ എക്സിബിറ്റ് ഡിഫ്രാക്ഷൻ, ശരിയാണല്ലോ. സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഒരു മതിൽ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, ആ മതിലിൻ്റെ മണ്ടയിൽ കൂടെ അത് വളഞ്ഞു വരില്ലേ? വരും. അപ്പോൾ സൗണ്ട് വളയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. അപ്പോൾ സൗണ്ട് ക്യാൻ എക്സിബിറ്റ് എന്തോന്ന്? ഡിഫ്രാക്ഷൻ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ഇനി സൗണ്ട് ട്രാൻസ്വേഴ്സ് അല്ല എന്ന് നിങ്ങൾക്കറിയാം. സൗണ്ടിന് മീഡിയം വേണം, സ്പേസിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? സൗണ്ട് വളഞ്ഞ് സഞ്ചരിക്കും, അതായത് മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കൂടെ ചാടി വരും. അപ്പോൾ ക്യാൻ എക്സിബിറ്റ് ഡിഫ്രാക്ഷൻ എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ക്വാണ്ടിറ്റീസ് ട്രാൻസ്മിറ്റഡ് വിത്ത് പ്രോപ്പഗേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ത്രൂ എ മീഡിയം? ഒരു മീഡിയം വഴി ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പോകുമ്പോൾ ഏത് ക്വാണ്ടിറ്റിയാണ് അവിടെ ട്രാൻസ്മിറ്റ് ആവുന്നത്? സിമ്പിളല്ലേ, നമുക്ക് എനർജിയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. അപ്പം നമ്മളൊരു ഒരു ഡിസ്റ്റർബൻസ് കൊടുത്താൽ അതല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ അവിടുത്തെ എനർജിയാണ് പ്രൊപ്പഗേറ്റായി മാറുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM ഈസ് ഗിവൺ ബൈ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. മാക്സിമം സ്പീഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഴുതാം. മാക്സിമം സ്പീഡ് വി മാക്സ് കാണാനുള്ള ഇക്വേഷനൊക്കെ എനിക്കറിയാം. എന്താണ്? എ ഒമേഗ എന്നാണ്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ നിങ്ങൾക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി. അപ്പം നമുക്കിത് രണ്ടും കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. നമ്മുടെ ഇക്വേഷൻ എഴുതാം. Y ഈസ് ഈക്വൽ ടു 0.25 സൈൻ 200 t സെൻറ്റിമീറ്റർ എന്നാണ്. അതൊരു പാരയാണ്. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ എഴുതാം. Y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എ എത്രയാണെന്ന്. എ 0.25 എന്നാണ് അല്ലേ? ഇത് സെൻറ്റിമീറ്ററിൽ എഴുതണം, അത്രയേ ഉള്ളൂ. അത് മീറ്റർ കയറി എഴുതരുത്, പണി കിട്ടും. ഇനി ഒമേഗ എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. 200 എന്നാണ്. ഒമേഗ എന്താണ്? 200 എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇനി നമുക്കിവിടെ വാല്യൂ എടുത്തു വയ്ക്കാം. എന്താണ്? വി മാക്സിൻ്റെ ആൻസർ. വി മാക്സിൻ്റെ ആൻസർ എന്താ? എ ഇൻറ്റു ഒമേഗ എന്നല്ലേ? എയുടെ ആൻസർ 0.25 ഇൻറ്റു ഒമേഗ എത്രയാണ്? 200 ആണ്. ഓക്കെ, അപ്പോൾ 200 ആണ്. അപ്പോൾ ആൻസർ എത്ര വരുവാടാ? അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു 100 കൊണ്ട് 25നെ 0.25 ഇൻറ്റു ചെയ്യുമ്പോൾ 25 ഇൻറ്റു 250 എന്ന് വരും. 50 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. നല്ല പ്രയാസമുണ്ടോ? ഇതായിരിക്കുന്നു ആൻസർ. അടിപൊളിയല്ലേ? വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എ ഒമേഗ. അപ്പോൾ എയും വേണം ഒമേഗയും വേണം. ഞാൻ ആ ഇക്വേഷനിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് എയും കണ്ടുപിടിച്ചു, ഒമേഗയും കണ്ടുപിടിച്ചു. പിന്നെന്താണ് പ്രയാസം? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രോഗ്രസീവ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് Y ഈസ് ഈക്വൽ ടു 12 സൈൻ 5t മൈനസ് 4x സെൻറ്റിമീറ്റർ എന്നാണ്. ഓൺ ദിസ് വേവ് how far away are 2 points having difference of 90 degree? അതിൽ 90 ഡിഗ്രി എന്താണ് ഡിഫറൻസിലുള്ള 2 പോയിൻറ്റ്സ് എത്ര ദൂരെയാണ്? അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. Y ഈസ് ഈക്വൽ ടു എന്താണ്? 12 സൈൻ 5t മൈനസ് 4x സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനും കൂടെ എഴുതാം. ഒറിജിനൽ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇതിൽ ഏത് ഫോമിൽ തന്നിരിക്കുന്നോ അതേ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതണം. ഇതിൽ മൈനസ് ആണെങ്കിൽ അതിലും മൈനസ്, അതിൽ പ്ലസ് ആണെങ്കിൽ ഇതിലും പ്ലസ്. ആ ഫോർമാറ്റിൽ അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇതിനകത്ത് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും. എ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഒമേഗ എത്രയാണ്? 5 ആണ്. ഓക്കെ, ഇനി കെ എന്താണ്? കെ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇതിനകത്ത് പ്രയാസപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഇനി കെ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്.
അപ്പോൾ 2π/λയുടെ ആൻസർ എത്രയാണ്? 2π/λയുടെ ആൻസർ 4 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്കിത് ആൻസർ കിട്ടും 2π/4 = λ എന്ന് കിട്ടും. ഓക്കെ, പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞാൽ π/എത്രയാ 2 കണ്ടോ? അപ്പോൾ π/2 എന്നാണ്. അപ്പോൾ ലാംഡയുടെ ആൻസർ എത്ര? π/2 എന്നാണ്. പേടിച്ചോ നിങ്ങൾ? ഇനി നമുക്കറിയാമെന്നുള്ള ഒരു കാര്യം, വേവ് സഞ്ചരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് വേവ്. ഓക്കെ, ഇവിടെ 0 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, 180 ഡിഗ്രി, ഇവിടെ 270 ഡിഗ്രി, ഇവിടെ 360 ഡിഗ്രി എന്നാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വേണ്ടത് 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര വരും? 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലാംഡ വരും. ശരിയല്ലേ? അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്ന സ്ഥലത്ത് λ/4 അല്ലേ? അപ്പം 90 ഡിഗ്രി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്? λ/4 ആണ്. λ/4 ആണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ കയ്യിലിവിടെ ലാംഡ ഉണ്ട്. ഓക്കെ, അപ്പോൾ λ/4 എത്ര വരുമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കൂ. അപ്പോൾ π/2 / 4 അപ്പോൾ എത്ര വരും? π/8 എന്ന് വരില്ലേ? സെൻറ്റിമീറ്റർ എന്നല്ലേ? അപ്പോൾ അത് ആൻസർ ഇതാ കിടക്കുന്നു, π/8 സെൻറ്റിമീറ്റർ. ഇതിനകത്ത് എന്ത് പ്രയാസം? ജസ്റ്റ് ഒരു കോമൺ സെൻസ്. നമ്മുടെ ഇക്വേഷൻ അതുപോലെ എഴുതി. ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇക്വേഷൻ അതേപടി എഴുതി. ഇനി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിൻ്റെ അതേ ഫോർമാറ്റിൽ നമ്മൾ രണ്ടാമത്തെ എഴുതി. ഇനി നമുക്കിവിടെ ഇതൊക്കെ ഞാൻ ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. കമ്പയർ ചെയ്ത് A12 ω5 പിന്നെ K എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, K എന്ന് പറയുന്നത് 2π/λ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആൻസറാണ് 4. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് മാറ്റിയിട്ട് ലാംഡ കണ്ടുപിടിച്ചു. 2π/4 അപ്പോൾ π/2. ഇനി 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലാംഡയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ 90 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ λ/4. ഓക്കെ, ലാംഡ ഇവിടെ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് /4. അപ്പോൾ π/8 എന്ന ആൻസർ കിട്ടി. നല്ല എളുപ്പമല്ലേ? ഒന്ന് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പ്രയാസമാണെന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ. ഓക്കെ, ആസ് എന്താണ്? വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഹാവിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൈ ഡയറക്ഷൻ ആസ് 1. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 1 ആണ്. ഇനി എന്താണ് വേണ്ടത്? വേവ് ലെങ്ത് 2π, ഫ്രീക്വൻസി 1/π. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതും? നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇതാ O = A sin kx -ωt എന്ന് ഞാൻ എഴുതും. ഇതെന്താ ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നത്? മൈനസ് ഇട്ട് എഴുതി എന്താ? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്നല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരണം കമ്പൽസറി ആയിട്ടും. ശരിയല്ലേ? നെഗറ്റീവ്. പിന്നെ ഇവിടെ എക്സ് ആൾറെഡി ഉണ്ടല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ എഴുതിയത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഒരു വേവിൻ്റെ ഇക്വേഷനാണ്. ഇത്രയും മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? അതാ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡയറക്ഷൻ ഈസ് 1 മീറ്റർ. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ വാല്യൂ ആണ് 1. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? വേവ് ലെങ്ത് ലാംഡയുടെ വാല്യൂ 2π എന്നാണ്. ഓക്കെ, പിന്നെ എന്താ തന്നിരിക്കുന്നത് മക്കളെ? ഫ്രീക്വൻസി എന്നിട്ടുണ്ടോ 1/π. പ്രയാസമില്ലല്ലോ. ഈ വാല്യൂസ് നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിത് ഓരോന്ന് ചെയ്യാം. K എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. ഓക്കെ, അപ്പോൾ 2π / λ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 2π ആണ്. അതാണ്ട് ലാംഡ ഇവിടെ 2π ആണ്. അപ്പോൾ ആൻസർ 1 എന്നാണ്. അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ 1 ആണ്. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണല്ലേ? അപ്പോൾ = 2π × ന്യൂവിൻ്റെ ആൻസർ 1/π എന്നാണ്. അപ്പോൾ ആൻസർ 2 എന്നാണ്. അപ്പോൾ ഒമേഗയുടെ ആൻസർ 2. ഇനി നമുക്ക് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് എന്ത് പ്രയാസം? = നിങ്ങൾ പറയും A sin എയുടെ വാല്യൂ 1 എഴുതേണ്ട കാര്യമില്ല. സൈൻ കെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എക്സ് മൈനസ് ഒമേഗയുടെ വാല്യൂ 2t എന്നാണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കുന്നു നമ്മുടെ ആൻസർ. അപ്പോൾ കള്ളൻ ഒളിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതാ നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? y എന്താ? സൈൻ എക്സ് മൈനസ് 2t എന്നാണ്. പ്രയാസപ്പെട്ടോ? ഇതെന്ത് പ്രയാസമാണ്? ഒരു പ്രയാസം ഇല്ലാത്തൊരു സ്ട്രെയിറ്റ് ക്വസ്റ്റനാണ്. എളുപ്പമല്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതുക, നമ്മുടെ എല്ലാം കണ്ടുപിടിക്കുക, നമ്മുടെ ഇക്വേഷനിനകത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരും. ഇഫ് ദ ഇനീഷ്യൽ ടെൻഷൻ
of a string is doubled, then the ratio of initial and final speed of transverse wave along the string is എന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ അത് എന്ത് പ്രയാസമാണ്, നമുക്ക് അറിയാമെന്നുള്ളതല്ലേ. വെലോസിറ്റി, ഒരു സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √T/μ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇതിനകത്ത് ടി എന്ന് പറയുന്നത് ടെൻഷനാണ്, മ്യൂ എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റിയാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഇനി എന്താണ് ഡബിൾ ചെയ്ത്? ഇനീഷ്യൽ ടെൻഷൻ ഡബിൾ ചെയ്തു. അപ്പോൾ നോക്കൂ, അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആണ്, അപ്പോൾ അതിൻ്റെ മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നാണ്. മാസ് പർട്ടിക്കുലറാണ്, ലെങ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ ഇത് മ്യൂ കോൺസ്റ്റൻ്റാണ്. ഇനി ടി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ് വി എന്ന് പറയുന്നത് എന്താണ്? V1 എന്ന് വിളിക്കാം. അത് പ്രൊപ്പോർഷണൽ ടു, നിങ്ങൾ തന്നെ പറയൂ, √TT ആണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ വെലോസിറ്റി V2 എന്ന് വിളിക്കാം. പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ ഡബിൾ ചെയ്യുന്നല്ലേ പറഞ്ഞേ, 2T എന്നാണ്. ഓക്കെ, മ്യൂ കോൺസ്റ്റൻ്റ് ആണ് മക്കളെ. അപ്പോൾ V1/V2ൻ്റെ ആൻസർ എത്ര വരുവാടാ? √T ഡിവൈഡഡ് ബൈ √2T എന്നല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ പറ 1/√2 എന്നല്ലേ. അപ്പോൾ അതായിരിക്കുന്നു 1:√2. നമ്മുടെ ആൻസർ കിട്ടി. ഇതിനകത്ത് എന്ത് പ്രയാസമാണ് ഇരിക്കുന്നത്, നിങ്ങൾ തന്നെ നോക്ക്. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡെൻസിറ്റി, മാസ് ബൈ ലെങ്ത്, മാസും ലെങ്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു എന്താണ്? √ടെൻഷനാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ T2T ആക്കി, ഇനി രണ്ട് തമ്മിലുള്ള റേഷ്യോ എടുത്തു. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1/√2 എന്ന് കിട്ടി. ഇതെന്ത് പുണ്ണാക്കാണ്? ഒന്നുമില്ല. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കൂ. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. ഓക്കെ, പ്രൊവൈഡഡ് എന്താണ്? ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്ത റീസൺ, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ അതിൻ്റെ റീസൺ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, രണ്ടും കറക്റ്റാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ആദ്യത്തെ ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്? സ്പീഡ് പ്രഷറിനനുസരിച്ച് മാറത്തില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ആദ്യത്തെ അസർഷൻ കറക്റ്റാണ്. ഇനി റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്പീഡ് നമ്മൾ പഠിച്ചതല്ലേ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് √ഡെൻസിറ്റി, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ആദ്യത്തെ എക്സ്പ്ലനേഷൻ അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്, പക്ഷേ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇക്വേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ് ഈസ്, ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ ദാ y = 3 sin സംതിങ് എന്നാണ് തന്നിരിക്കുന്നത്. X and Y are in meter, നമുക്ക് ടെൻഷൻ ഇല്ല. ടൈം ഇൻ സെക്കൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന്? ഓക്കെ, ഒരു പ്രയാസമില്ലാതെ നമ്മളിപ്പോൾ ചെയ്യും. ദാ y = എന്താണ്? 3 sin, നമുക്ക് ആ പൈയൊക്കെ നമുക്ക് അകത്ത് വയ്ക്കാം. എന്താണ്? അപ്പോൾ എന്ത് വരും? πt ഡിവൈഡഡ് ബൈ 3 മൈനസ് πx ഡിവൈഡഡ് ബൈ 5 പ്ലസ് π/4 എന്നാണ്. ഇത് കണ്ടാൽ നമ്മൾ പേടിക്കുകയൊന്നുമില്ല. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ് ഒറിജിനൽ ഫോമൊക്കെ നമുക്കറിയാമല്ലോ. എന്താണ്? y = a sin എന്താണ്? ω/t ഇതുപോലെ എഴുതണം. -kx + 50 എന്നാണ്. പേടിച്ചൊന്നുമില്ല. ഈ ഫോർമാറ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അതേ ഫോർമാറ്റിൽ അങ്ങ് എഴുതുക. ഇതിനകത്ത് നമ്മുടെ 50 ഇനിഷ്യൽ ഫേസ് കൂടെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നോക്കിയിട്ട് ആൻസർ അങ്ങ് കണ്ടുപിടിക്കുക. കെ എന്താണെന്നൊന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കെ എന്ന് പറയുന്നത് π/5 അല്ലേടാ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2π/λ അല്ലേടാ. 2π/λ = π/5 എന്നല്ലേ. അപ്പുറം പൈ വെട്ടി, ബാക്കി λ = 10 എന്ന് കിട്ടിയില്ലേ മക്കളെ? അപ്പം λ കിട്ടിയടാ. അപ്പം λ എന്ന് പറയുന്നത് 10 ആണ്. കണ്ടോ? അപ്പോൾ ആൻസർ കിട്ടിയത് കണ്ടോ? അപ്പോൾ വേവ് ലെങ്ത് എത്ര? 10 മീറ്റർ. നല്ല എളുപ്പമല്ലേ? നല്ല സുഖത്തിൽ കിട്ടിയല്ലേ? ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ വേറെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിലോ സംശയമാണ് എനിക്ക്. കണ്ടേ, ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് π/3 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ് അല്ലേ. = π/3 എന്നാണ്. പൈ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് എത്ര വരും? 1/6 എന്ന് വരും.
അല്ലല്ലോ. 1/6 എന്ന് പറഞ്ഞാൽ 1/6 എത്ര വരും? പോയിൻ്റ് എത്ര വരും? 1 ഇങ്ങനെ 0.1 സംതിങ്. ഓക്കെ, 1/6. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല. അപ്പോൾ ആൻസർ ആകെപ്പാടെ ഉള്ളത് വേവിൽ എന്താ? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. പ്രയാസം ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിനെ ഒറിജിനൽ ഫോർമാറ്റിൽ അങ്ങോട്ട് എഴുതണം. എന്താണ്? എ സൈൻ ω t മൈനസ് kx പ്ലസ് 5 ഈ സൈൻ ശ്രദ്ധിച്ചോണം. അതിനകത്ത് ഗിവൺ ആയിട്ടുള്ളതിൻ്റെ അതേ രീതിയിൽ നമ്മൾ എഴുതാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റെ ലക്കിന് ഞാൻ ആദ്യത്തെ എടുത്തപ്പോൾ തന്നെ കിട്ടി. കെ എടുത്തു. കെ കണ്ടുപിടിച്ചു. കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. പൈ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ലാംഡ ക്രോസ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു 0.5 സൈൻ 10t മൈനസ് എക്സ് എന്നാണ്. ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. എനിക്ക് മനസ്സിലായി, കാരണം ഇടയ്ക്ക് നെഗറ്റീവ് സൈൻ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു. ഓക്കെ, എക്സും കണ്ടു, അപ്പോഴാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് മനസ്സിലായത്. ഇനി ഇതിൻ്റെ എന്താണ്? ഇറ്റ് ഈസ് ട്രാവലിംഗ് വേവ് പ്രൊപ്പഗേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി. ഇതിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനെ അങ്ങോട്ട് എഴുതാം. y ഈസ് ഈക്വൽ ടു 0.5 സൈൻ 10t മൈനസ് എക്സ് മീറ്റർ എന്നാണ്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇനി സ്റ്റാൻഡേർഡ് ഫോം പറയും. എ സൈൻ ω t മൈനസ് kx എന്നാണ്. പേടിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടോ ഇവിടെ? ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എഴുതാം. എ എന്ന് പറയുന്നത് 0.5 ആണ്, മീറ്ററിൽ വരും. ഒമേഗ എന്ന് പറയുന്നത് 10 വരും. ഓക്കെ, കെ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കമ്പയർ ചെയ്ത് എഴുതി. ഇനി എന്താണ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നിങ്ങൾ തന്നെ പറ. v ഈസ് ഈക്വൽ ടു ω/k എന്ന് പറയുന്നത് v ആണ്. ഓക്കെ, ω/k എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിച്ചൂടെ? അതാ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ω/k കണ്ടുപിടിച്ച് നോക്കാം. ഒമേഗ എത്ര? 10 / 1 ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടിയോ? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 10 ഇതാണ്. ഓക്കെ, അപ്പോൾ കൊളാക്കോ, ടെൻഷൻ പിടിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്മാർട്ടായിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.